അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മർഹബൻ ബിക്കും ലേൺ അറബിക് വിത്ത് മീ. ഇന്നത്തെ ക്ലാസ് ലബീദ് ഇബ്നു റബീഅയെ കുറിച്ചാണ്. അസ്ഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട ഒരു കവിയാണ് ലബീദ് ഇബ്നു റബീഅ. നെറ്റ് പരീക്ഷകളിൽ മറ്റുള്ള കവികളെ പോലെ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കാറില്ല. PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. ഹുവ അബു അഖീൽ ലബീദ് ഇബ്നു റബീഅത്ത് ഇബ്നു മാലിക്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അബു അഖീൽ ലബീദ് ഇബ്നു റബീഅത്ത് ഇബ്നു മാലിക് എന്നാണ്. മാത അബൂഹു ഫി സിഗരി സിന്നിഹി. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ബനി ആമിർ അതുപോലെ തന്നെ ബനി ലബീദ് ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടത്. ഉമ്മുഹു അബ്സിയ. ഉമ്മ അദ്ദേഹത്തിന്റെ മാതാവ് അബ്സ് ഗോത്രക്കാരിയാണ്. ഇസ്മുഹ അവളുടെ പേര് താമിറ ബിന്ത് സംബാ എന്നാണ്. താമിറ ബിന്ത് സംബ ആണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. 100 വർഷത്തിലധികം ജീവിച്ച അസ്ഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട ഒരു കവിയാണ് ലബീദ് ഇബ്നു റബീഅ. അദ്ദേഹത്തിന്റെ 55-ാം വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഏകദേശം 145ഓളം വർഷമാണ് അദ്ദേഹം ജീവിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അതിൽ കൂടുതലും ജാഹിലിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്താണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം കവി കൂഫയിലേക്ക് പോവുകയും അങ്ങനെ അവിടെ മരണം വരെ താമസിക്കുകയും ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്തായത്. കാല സുബ്യാനി പറയുന്നു, കവിയെ കുറിച്ച് പറയുന്നു, യാ ഗുലാം അൻത അഷ്ഹറു ബനി ആമിർ. ഏ കുട്ടി, നീ ബനി ആമിർ ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ കവിയാണ് എന്നാണ് സുബ്യാനി പറയുന്നത്. ദീർഘകാലം ജീവിച്ച ഒരു കവിയാണ് ലബീദ് ഇബ്നു റബീഅ. തന്റെ ദീർഘമായ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു, വലഖദ് സഇംതു മിനൽ ഹയാത്തി വതൂലഹാ വസുആലി ഹാസൻ നാസി കൈഫ ലബീദു. വലഖദ് സഇംതു മിനൽ ഹയാത്തി വതൂലിഹാ. ജീവിതത്തെയും അതിന്റെ ദൈർഘ്യത്തെയും ഞാൻ മടുത്തു. വസുആലി ഹാസൻ നാസി. ജനങ്ങളുടെ ഈ ചോദ്യത്തെയും കൈഫ ലബീദു. ലബീദിന് എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തെയും ഞാൻ മടുത്തു. നല്ലമ ബൈതൻ വാഹിദൻ ബാദ ഇസ്ലാമിഹി. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരൊറ്റ ബൈത്താണ് രചിച്ചത്. ഇസ്ലാമിന് മുമ്പ് ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു ബൈത്താണ് രചിച്ചത്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലസി ഇസ് ലം യഅ്തനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നാണ് അദ്ദേഹം ഇസ്ലാമിന് ശേഷം എഴുതിയ ബൈത്ത്. കൂഫയിലെ ഗവർണർ അദ്ദേഹത്തോട് കവിത പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സൂറത്തുൽ ബഖറയിൽപ്പെട്ട ആയത്തുകൾ ഓതി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അബ്ദലിനി അല്ലാഹു ബിശ്ശഅരി സൂറത്തുൽ ബഖറ വ ആലിംറാൻ. എനിക്ക് അല്ലാഹു ഷെയറിന് പകരം സൂറത്തുൽ ബഖറയും ആലിംറാനും ഖുർആനെ അല്ലാഹു പകരമായി ലഭിത്തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഅല്ലഖതഹു മീമിയ. മീമ കൊണ്ട് അവസാനിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ. അൽ ബഹ്റുൽ കാമിൽ. കാമിൽ ബഹ്റിലുള്ള. തഖാവു 88 ബൈത്തൻ. ഏകദേശം 88 ബൈത്തുകളോളം അദ്ദേഹത്തിന്റെ മുഅല്ലഖകളിലുണ്ട്. മത്ല മുഅല്ലഖതുഹു. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം എങ്ങനെയാണ് നമുക്ക് പാടി നോക്കാം. അഫതിത്തിയാറു മഹല്ലുഹാ ഫമുഖാമുഹാ ബിമനൻ തഅബ്ബദ ഗൗലുഹാ ഫറിജാമുഹാ. അഫതിത്തിയാറു മഹല്ലുഹാ ഫമുഖാമുഹാ ബിമനൻ തഅബ്ബദ ഗൗലുഹാ ഫറിജാമുഹാ.